കാലത്തിൻ്റെ ചൂട് കാണുമ്പോഴേ അറിയാം നമുക്കിത് വിറകടുപ്പിലാണ് വെച്ചതെന്ന്. നമ്മളിന്ന് പുകയില്ലാത്ത അടുപ്പിലാണ് വെച്ചത്. മഴയൊക്കെ പെയ്തുകൊണ്ട് പെരക്കകത്തേക്ക് ഇന്ന് തീ കത്തിക്കാമെന്ന് വെച്ചു. അടുക്കളയിൽ പുകയില്ലാത്ത അടുപ്പിൽ തീ കത്തിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ വീഡിയോ കാണാം. മഴക്കാലം വന്നു. അപ്പോൾ നമുക്കിനി മുറ്റത്ത് തീ കത്തിക്കാൻ, അല്ലെ പുറത്ത് തീ കത്തിക്കാൻ പറ്റിയില്ല. അപ്പോൾ അന്ന് കുറേ നാൾ കൂടി പെരക്കകത്തോട്ട് തീ കത്തിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്ത് അല്പം ചിന്തയിരിപ്പൂളും ഒക്കെ ഇട്ട് വെച്ചു. ഒരു തുള്ളി എണ്ണയോ മണ്ണെണ്ണയോ എന്തെങ്കിലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ കത്തിക്കാം. ആദ്യമായിട്ട് കത്തിക്കുന്നല്ലേ, ഒരു തുള്ളി എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് 2 ദിവസം കഴിഞ്ഞാൽ പിന്നെ ചിലപ്പം എണ്ണയുടെ ഒന്നും ആവശ്യം വരികയില്ല. അല്ല, തീ കത്തിച്ചു കൊടുത്തു. ഞാൻ അടിയിൽ 1-2 കുഞ്ഞ് ചകിരി വെച്ചിട്ടുണ്ടായിരുന്നു. 1-2 ചകിരിയും കൂടെ വെച്ച് കൊടുക്കാം. 1-2 ചെറിയ വിറകും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പുക വരാതെ നമുക്ക് വെള്ളം എടുത്ത് അടുപ്പത്ത് വയ്ക്കാം. ഇവിടെ ഒരു കലത്തിൽ നേരത്തെ തന്നെ വെള്ളം പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് നമുക്ക് പുകരി പുറത്തേക്ക് വരില്ലേ. നമുക്കിനി കലമെടുത്ത് അടുപ്പത്ത് വയ്ക്കാം. തീ കത്തി വരട്ടെ. ഇനി ഇതിൻ്റെ കലം വലിയ കലമല്ലാത്തതുകൊണ്ടും ഇങ്ങോട്ട് തീ വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മളൊരു നനഞ്ഞ തുണി, ഇത് നനച്ച തുണിയാണ് കേട്ടോ, നനച്ച തുണി ഇങ്ങനെ ചേർത്തങ്ങ് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും പുക പോകില്ല. തീ കത്തി നിങ്ങൾക്ക് അടുത്ത് കാണത്തില്ല, എന്നാലും പയ്യെ കൊമള വന്ന് തുടങ്ങി അടിയിൽ നിന്ന്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. തിളച്ചില്ല, തിളയ്ക്കാനുള്ള പയ്യെ വെള്ളം അരച്ച് തുടങ്ങി. നമ്മൾ അത്ര അരി 2 പേർക്ക് ആവശ്യമില്ല. പക്ഷേ ഇത്ര വെക്കണമെന്ന് വെച്ചാൽ നാളെ നമുക്ക് ഇത് പകുതി എടുത്ത് വെച്ചാൽ നാളെ അടുപ്പിൽ തീ കത്തിക്കണ്ട. 1-2 ദിവസം അടുപ്പിൽ തീ കത്തിച്ച് നമുക്ക് കഞ്ഞി വെച്ചാൽ. നമ്മുടെ ചിരട്ട 2 ഇട്ടിട്ടുണ്ടായിരുന്നു, അത് കത്തി. ഇനി നമുക്ക് വിറകൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യം വരികയില്ല. അല്ലെങ്കിൽ ചെറിയ ഒരു കഷ്ണം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഒരു ചകിരിയോ വല്ലതും തീ കെട്ട് പോകാതിരിക്കാൻ. ഒട്ടും പുക ഇങ്ങോട്ട് തള്ളുന്നില്ല. പുറത്താണ് എയർ പൈപ്പ്, അതിലൂടെ പുകക്കുഴലിൽ കൂടെ എയർ പൊക്കോളും. അങ്ങനെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും പെരയ്ക്കകത്ത് തീ കത്തിക്കാൻ തുടങ്ങി. നമുക്ക് കഞ്ഞി തിളച്ചോന്നൊന്ന് നോക്കാം. തിളച്ചിട്ടില്ല, പക്ഷെ തിളയ്ക്കാനായിട്ടുള്ള പതയൊക്കെ വരുന്നുണ്ടല്ലേ. അപ്പം നമ്മുടെ ഈ വെള്ളം തിളച്ചു. അല്പം വെള്ളം ഇതിലൂടെ തള്ളുന്നുണ്ടായിരുന്നു. നമുക്കൊരു തവി വെള്ളം കോരിയെടുക്കാം. തിളയ്ക്കാൻ തുടങ്ങി. തിളയ്ക്കാനായിട്ട് ചൂട് പിടിച്ച് വന്നപ്പോഴത്തേനും നമ്മുടെ വെള്ളം ഇപ്പോൾ കലം കവിഞ്ഞ് പുറത്തോട്ട് വരിക. അതുകൊണ്ട് നമ്മളൊരല്പം വെള്ളം ഒന്ന് കോരിയെടുത്തോ. ഈ അടുപ്പിൽ ഇതെന്തിനാണ് വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചൂടാറാതെ വെക്കാനുള്ള അടുപ്പാണ്. പക്ഷെ അവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ അതിലൂടെ പുക തള്ളും. ഈ അടുപ്പിൽ പുക തള്ളാതെ ആ അടുപ്പിലും ഒരു ദോശക്കല്ലങ്ങ് സ്ഥിരമായിട്ട് വെച്ചിരിക്കുക. നല്ല ചേർന്നിരിക്കുമല്ലോ ദോശക്കല്ലാകുമ്പോൾ. നമ്മുടെ കഞ്ഞി തിളച്ചു. നമുക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ ഈ മുകളിലിരിക്കുന്ന ചൂടുവെള്ളത്തിൽ കൂടെ അല്പം ഒഴിച്ചു കൊടുക്കാം. എനിക്ക് കുറേ നാൾ കൂടി കത്തിക്കുന്നതുകൊണ്ട് തീ കത്താൻ ബുദ്ധിമുട്ടുണ്ടോയെന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഒരു കുഴപ്പമില്ലാതെ പെട്ടെന്ന് തീ കത്തി. കഞ്ഞി തിളച്ചു. ഇനി നമുക്കൊന്നും ചെയ്യില്ല, അത് തന്നെ അവിടെ ഇരുന്ന് വെന്തോളും. ഒരു ചകിരി മടി ആവശ്യമേ വരുള്ളൂ. ഇനി നമുക്ക് വലിയ വിറകിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു ചകിരിയും കൂടെ വെച്ച് കൊടുത്തേക്കാം. നമുക്ക് കഞ്ഞി വെന്തോന്ന് നോക്കാം. വെന്തിട്ടില്ല. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തു. കുറച്ച് വെള്ളം ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യം വന്നാൽ എടുക്കാം. നമ്മുടെ കഞ്ഞി വെന്തിട്ടുണ്ട്. നമുക്ക് വാർക്കാം.
ഈ അടുപ്പിൽ ഇനി പുക ഇങ്ങോട്ട് വരാതിരിക്കാൻ വേണ്ടി നമുക്കൊരു പാത്രം എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.